ഈ പാലായിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മാറണമെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ പാലയുടെ ഡ്രോബാക്ക്, അതായത് പാലയിൽ കണക്കുന്ന സംഭവമൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ഇതൊക്കെ വരണം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ തന്നെ താങ്കൾ ഇത്തവണ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയുമോ? ഒരിടത്ത് തുടങ്ങാത്ത കാര്യങ്ങൾ ഇവിടെ തുടങ്ങണം. മനസ്സിലായി. ഇപ്പോൾ അതെന്ന് വെച്ചാൽ എല്ലാം പാലായ്ക്ക് നമുക്ക് ആദ്യമേ വേണം എന്നുള്ളതുണ്ട്. ഇപ്പം പാലായിലെ ജനങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ ട്രിപ്പിൾ IT കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ടെക്നോ പാർക്ക് കൊണ്ടുവന്നത്. പക്ഷേ ലീഡേഴ്സ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കൊണ്ടുവരണം, അതവരുടെ ഒരു അവകാശമാണ്. അതാണല്ലോ വേണ്ടത്. ഇപ്പം ഞാനെപ്പോഴും നമുക്ക് മീനച്ചി താലൂക്ക് എന്ന് പറയുന്നത് വളരെ എപ്പോഴും പേര് കേട്ടതാണ്. ഏത് പ്രദേശത്തും മീനച്ചി താലൂക്കുകാർ സാഹസികരാണ്. നിങ്ങളിപ്പോൾ കണ്ണൂർ പോയാൽ, കോഴിക്കോട് പോയാൽ, മലയോര പ്രദേശത്ത് പോയാലും വിദേശത്ത് പോയാലും മീനച്ചി താലൂക്ക്, മീനച്ചി താലൂക്ക് പാലാ പ്രദേശമാണ്, പോയവരാണ് കാണുന്നത്. മനസ്സിലായത്? അങ്ങോട്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് പോയ അമ്പൂരിയിലും വെള്ളറടയിലും പോയാൽ അവിടെ പാലക്കാരാണ്. ഇരിട്ടി, പയ്യാവൂര്, പിന്നെ കാസർഗോഡ് അപ്പുറം അവിടെ സുള്ളിയാവ്, അവിടെ എല്ലാം സുള്ളി വരെയുണ്ട്, കർണാടക വരെയുണ്ട്. വേണ്ട, ഇപ്പൊ ഈ പറയുന്ന തൃശ്ശൂർ പോയാലും കൊണ്ട് പാലക്കാട് മംഗൾ ഡാം, നീ വേറൊരു കാര്യം പറയട്ടെ, ഇവിടേക്ക് എല്ലാം പാലന്ന് ബസ്സുണ്ട്, പ്രൈവറ്റും ഉണ്ട്, KSRTC ഉണ്ട്. അച്ചാച്ചൻ തുടങ്ങിയത് പാല പെരിക്കല്ലൂർ, പിന്നെ പാല ആനക്കട്ടി എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ KSRTC ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്. അതപ്പോൾ ഞാൻ ഇന്നിപ്പം പഴയ ഒരു മുനിസിപ്പൽ കൗൺസിലർ ഇപ്പം ഇന്ന് വിളിച്ച സത്യമാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിയുടെ പേര് ബേബിച്ചെന്നാണ്. അപ്പോൾ മനയാനിൽ നിന്നാണ്. പുള്ളി പറഞ്ഞു പുള്ളി കേൾക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എന്നോട് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്ത. അപ്പോൾ പറഞ്ഞു പുള്ളിയുടെ ഒരു സ്ഥലമുണ്ട് പാലക്കാട്, അങ്ങ് മണ്ണാർക്കാട്ട് അടുത്താണ്. അപ്പോൾ പറഞ്ഞു എത്രയാണ്, 40 വർഷക്കാലം മുമ്പ് എനിക്ക് അവിടെ തോട്ടമുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടുന്ന് KSRTC ബസ് മാണി സാർ എനിക്ക് അന്ന് ഇട്ട് തന്ന, എനിക്ക് മാണി സാറിനെ മറക്കാൻ പറ്റും. പാലാനക്കട്ടി ബസ്സായിരിക്കും മണ്ണാർക്കാട്. എന്നിട്ട് പറഞ്ഞു ഏതാണ്ട് 22ഓളം പോസ്റ്റ് ഇടണമായിരുന്നു കറണ്ട് കിട്ടാൻ. ആ പ്രദേശത്ത് വെളിച്ച വിപ്ലവം വന്നപ്പോൾ 22-23 പോസ്റ്റ് ഇട്ടിട്ടാണ് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു തോട്ടമുണ്ട്, കൃഷിയാണ്, കുറച്ച് ഏരിയയേ ഉള്ളൂ. അവിടെ എനിക്ക് കറണ്ട് തന്നത് എനിക്ക് മറക്കാൻ പറ്റിയില്ലെന്ന് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ട മീനച്ചിൽ, ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഗ്രേറ്റർ മീനച്ചിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ ടോട്ടൽ മീനച്ചിൽ ആ താലൂക്കിനെ, ഈ പാലായെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ കോൺസെപ്റ്റിനെ ഇൻ്റർ കണക്ട് ചെയ്യുവാനും ആ ഗ്രേറ്റർ അതോറിറ്റിക്ക് നമുക്ക് കഴിയും. അതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ പോലെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ കാണും. ഒന്ന്, കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കാർഷിക മേഖല ഏറ്റവും നല്ലോണം കൃഷി ചെയ്യാൻ അറിയാവുന്നവർ നമ്മുടെ മീനച്ചി താലൂക്കിലുള്ളവരാണ്. അപ്പോൾ ആ കൃഷിയുമായി ബന്ധപ്പെട്ട് വേണം. കൃഷിയിൽ നമുക്ക് വാല്യൂ അഡീഷൻ വേണം. രണ്ടാമത് നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി വേണം, പൊല്യൂഷൻ കുറവുള്ള. അതിപ്പോൾ ഇൻഫോ സിറ്റി പോലുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ തന്നെ സൂചിപ്പിച്ചു. ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട IIIT പോലെ റോഡിൻ്റെ, പാലത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ അതോടൊപ്പം തന്നെ കായിക രംഗത്ത് നമുക്കറിയാം ഒളിമ്പ്യന്മാർ ഒത്തിരി പേരുണ്ട്. ഞങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല ഒളിമ്പ്യന്മാർ. ഈ അൽഫോൻസ കോളേജ് തൊട്ടടുത്തുള്ളത്, ഞാൻ ഇന്ന് അവിടെ അന്ന് വിസിറ്റ് ചെയ്തു, അവിടെയുള്ള ഫാക്കൽറ്റിയൊക്കെ ഒന്ന് കാണാൻ, വോട്ട് ചോദിക്കാൻ പോയതോട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഓർക്കുന്നത് എൻ്റെ പെങ്ങന്മാരൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി ആളുകൾ അവിടെ ഒളിമ്പ്യന്മാർ സെൻറ് തോമസ് കോളേജിലും അതുപോലെ അൽഫോൻസ കോളേജിലുണ്ട്. അപ്പോൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്പോർട്സ് അക്കാഡമി, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാനും പദ്ധതിയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അവിടെയും പാല ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കണം ഈ മേഖലയിലൊക്കെ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇപ്പം മേലുകാവ് 3 നമ്മൾ ST പോപ്പുലേഷനുള്ള സ്ഥലമാണ്, ഹില്ലി ഏരിയയാണ്, ഒത്തിരി കുറച്ച് ബാക്ക്വേർഡാണ്. 2008 ശേഷമാണ് അവിടെ എന്തെങ്കിലും ഒരു വികസനം നടന്നത്, റോഡായിട്ടും മറ്റ് കാര്യങ്ങളായിട്ടും. അന്ന് അച്ചാച്ചനും കൂടെ കൂടി ഞങ്ങളെല്ലാം കൂടെ കൂടി പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ, സെൻട്രൽ റോഡ് പദ്ധതിയിൽ, സംസ്ഥാനത്തിൻ്റെ പദ്ധതിയിൽ റോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ പല സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. പക്ഷേ അതുപോലെ നമുക്ക് അവിടെയും എന്തെങ്കിലും ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവന്ന് അവിടെ ആളുകളങ്ങ് എത്തണം, എങ്കിലേ അവർ വികസിക്കുകയുള്ളൂ. കാരണം കാർഷിക മേഖലയിൽ കൃഷി കൊണ്ട് മാത്രമാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ ഓർത്തത് നമ്മുടെ ജൂനിയർ ഹെൻറി ബേക്കർ
മിഷണറി വർക്കുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത മിഷണറി ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റിസർച്ച് സെൻറ്റർ, അത് ന്യൂ ജനറേഷൻ കോഴ്സുകളായാലും റിസർച്ച് സെൻ്ററാകാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ തീർച്ചയായും ആ പ്രദേശം വളരും. പ്രത്യേകിച്ച് ST മേഖലയിൽ അങ്ങനെയുള്ളവർക്ക് വലിയൊരു തൊഴിലും അതിനുള്ള സാധ്യതയുണ്ട്. ഇനി ഇപ്പോൾ വാഗമൺ വരുന്നു, അതുകൂടാതെ ഞാൻ ഇലവീഴ പൂഞ്ചിറയുണ്ട്, ഇല്ലിക്കക്കലുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് നമുക്കൊരു എയർ സ്ട്രിപ്പ് എന്ന് ഞാൻ പറയാനാ, ഒരു ഹെലിപ്പാഡ് പോലുള്ള, കാരണം ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴത്തെ കാലത്ത് ആളുകളൊക്കെ നോക്കുന്ന വേണമെങ്കിൽ എയർ സ്ട്രിപ്പും ആവാം സാർ. കാരണം ഉഡാൻ സ്കീമൊക്കെ ഉണ്ട്. ഉഡാൻ സ്കീമിൽ ചെറിയ ചെറിയ എയർ സ്ട്രിപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്താൽ അതൊക്കെ നടക്കും. അപ്പോൾ അത് ചെറിയൊരു തോട്ടാണ്, പക്ഷേ അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. താങ്കൾ പറഞ്ഞ പോലെ കൊണ്ടുപോകാൻ പറ്റും, അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. പാലായിൽ ഭയങ്കര സ്കോപ്പാണ് വികസനമായി. നമ്മൾ സംസാരിക്കാതെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. പാലായിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് റബ്ബർ കൃഷിക്കാർ. റബ്ബറിൻ്റെ താങ്ങുവിലയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയി. അതിനെപ്പറ്റി ഇപ്പോൾ പറയാം. റബ്ബർ എന്ന് പറയുന്നത് എല്ലാവരുടെയും എന്ന് ഉറങ്ങുമ്പോഴും റബ്ബർ 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 എന്ന് പറയും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അതിനേക്കാൾ കൂടുതൽ ഞാൻ പാർലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ പാർലമെൻറ്റ് അംഗങ്ങൾ മലയാളികൾ ഉൾപ്പെടെ എന്നെ കളിയാക്കും റബ്ബർ 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 എന്ന് പറയും. എന്നാ കാരണം എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിനാണ് ഇടപെട്ടിരിക്കുന്നത്, സബ്മിഷൻ കൊടുത്തിരിക്കുന്നത്, ചോദിച്ചു വച്ചിരിക്കുന്നത് റബ്ബറുമായി ബന്ധപ്പെട്ട. കാരണം റബ്ബർ എന്ന് പറയുന്നത് അവൻ്റെ വില കൂട്ടണം, വില കിട്ടണം, അല്ലെങ്കിൽ എന്ന് പറയുന്നത് റബ്ബർ കർഷകർക്ക് വേണ്ടി മാത്രമല്ല. താങ്കളെടുത്ത് എറണാകുളത്താണെങ്കിൽ എടുത്ത് പരിശോധിച്ച് റബ്ബറിന് വില കൂടിയാൽ അവിടെയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡീലേഴ്സിന് വണ്ടികൾ കൂടുതൽ ഇറങ്ങും. വണ്ടികൾ കൂടുതൽ ഇറങ്ങുമ്പോൾ ടയറുകൾ കൂടുതൽ വരും, പെട്രോളുകൾ കൂടുതൽ വരും, അവിടെ ജോലി സാധ്യതകൾ വരും, കടകളിലൊക്കെ സെയിൽ കൂടുതൽ വരും. ഇതെല്ലാം അത് കർഷകർക്ക് ഇതൊരു സൈക്ലിക്കാണ്. പക്ഷേ ഞാൻ ഓർക്കുന്നത് വെച്ചാൽ ലോക്സഭയിലായിരുന്നപ്പോൾ ഇതിനുവേണ്ടി ഒരു സമരം നടത്തി. ഏതാണ്ട് 6-7 ദിവസം നിരാഹാര സമരം കിടന്നു. അന്ന് BJP ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വില കൂടാൻ വേണ്ടിയിട്ട് അത് വലിയൊരു പോരാട്ടമായിരുന്നു. അതിനുശേഷം അന്ന് കൊമേഴ്സ് മന്ത്രിയായിട്ടിരുന്നത് ശ്രീമതി നിർമ്മല സീതാരാമനായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൾ വന്നു ഡൽഹിയിൽ നിന്ന്, നിങ്ങൾ വരണം, ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കുറച്ച് 6-7 ദിവസം കഴിയുമ്പോൾ നമ്മൾ വളരെ വീക്കാവും. ഞാൻ അറസ്റ്റ് ചെയ്തു, മെഡിക്കൽ കോളേജിലാക്കി. അതിന് തൊട്ട് മുമ്പാണ് വിളിയൊക്കെ വന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ പോയി ഞാൻ സംസാരിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ ചില കാര്യങ്ങൾ ഉടനെ തന്നെ ഒരു ആക്ഷൻ വന്നു. നമ്മളെല്ലാ പോർട്ടിലും റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് റെസ്ട്രിക്റ്റ് ചെയ്തു 2 പോർട്ടിലായിട്ട് മാത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും. കാരണം ഞാൻ വെച്ചാൽ ഈ ലോജിസ്റ്റിക് വർക്കൗട്ട് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ കൂടുമ്പോൾ വില കൂടുന്നത് കൊണ്ട് അതൊക്കെ. പക്ഷേ റബ്ബറിന് വില കൂടണമെന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയെ ആശ്രയിച്ചിരിക്കും. അവർ അല്ലെങ്കിൽ അവർ ചിന്തിച്ചാൽ ഇത് മാറ്റാം. 1 സെക്കൻഡ് മതി, ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയാൽ മതി, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ റബ്ബർ കർഷകരെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അതിനുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്കൾ രാജ്യസഭാംഗം ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിച്ചത്? രാജ്യസഭാംഗം ആയിരിക്കെ രാജ്യസഭ ആയതിനു ശേഷം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഇൻഫോസിറ്റിയുടെ കാര്യത്തിൽ, ഈ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൻ്റെ എക്സ്റ്റൻഷൻ്റെ വർക്കുകൾ, സെൻട്രൽ റോഡിൻ്റെ കാര്യങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം രാജ്യസഭയാണെങ്കിൽ ലോക്സഭയെ കുറച്ചുകൂടെ നമുക്ക് ഡ്രസ് ചെയ്യാൻ പറ്റും. രാജ്യസഭ കുറച്ചുകൂടെ നിയമനിർമ്മാണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്ന റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും.